ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഗിറ്റ് എന്താണെന്നുള്ളതും ഗിറ്റ് ഹബ് എന്താണെന്നുള്ളതും എന്താണ് ഡെവലപ്പേഴ്സിന് ഇതിൻ്റെ യൂസ് ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗിറ്റിനായിട്ടുള്ള കുറച്ച് കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഇതിനകത്ത് ടെർമിനലിൽ നമുക്ക് എങ്ങനെ ഗിറ്റ് പ്രോപ്പർലി ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും അതിന് കുറച്ച് അതിനകത്തുള്ള ഫങ്ഷണാലിറ്റീസ് നമുക്കൊന്ന് ഫെമിലിയർ ആക്കി എടുക്കുകയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിറ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഗിറ്റ് ഇൻസ്റ്റാളിനൊരു git.scm.or.com എന്നുള്ളൊരു സൈറ്റ് കിട്ടും. ആ സൈറ്റിനകത്ത് നിങ്ങളുടെ ഏത് ഡിവൈസ് ആണോ മീൻസ് OS ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാളേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അവസാനം ടെർമിനലിൽ ഗിറ്റ് വേർഷൻ അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഗിറ്റ് ഇൻസ്റ്റാൾഡ് പ്രോപ്പർലി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. നിങ്ങൾ സെൽഫായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഗിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം? അതായത് നമ്മുടെ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സോഴ്സ് കോഡിൻ്റെയോ ഓരോ വേർഷൻസും പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് നമ്മളൊരു ചേഞ്ച് വരുത്തി ഇന്ന ചേഞ്ച് ഇന്നതിലേക്ക് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ചേഞ്ചസും പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ടൂളാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം, അതായത് ഗിറ്റ് എന്ന് പറയുക. അപ്പോൾ ഗിറ്റ് പ്രോപ്പർലി ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് UI വെച്ചിട്ടും അല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് ഗിറ്റബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തിയറി പറയുന്നതിന് പരമായിട്ട് നമുക്ക് ചെയ്ത് തന്നെ കാണിക്കാം എങ്ങനെയാണ് ഒരു ഗിറ്റബ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു നോർമലി നമുക്ക് ഈ ഒരു ഗിറ്റബ് എടുത്താൽ ഗിറ്റബ് നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു UIയിലായിരിക്കും വരിക. ഈ UI വന്നാൽ നമുക്ക് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ഈ റെപ്പോസിറ്ററീസിലാണ് നമ്മുടെ പ്രൊജക്റ്റ് എല്ലാം സിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് അതിൽ ഈ റെപ്പോസിറ്ററിയിലേക്കാണ് നമ്മുടെ പ്രൊജക്റ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് എങ്ങനെ നമുക്ക് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം. ജസ്റ്റ് ക്രിയേറ്റ് ഇൻ റെപ്പോസിറ്ററി എന്നുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് റെപ്പോസിറ്ററി പേര് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗിറ്റബ് ട്യൂട്ടോറിയൽ എന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ഗിറ്റബ് ട്യൂട്ടോറിയൽ ഒരു റെപ്പോസിറ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു പ്രൈവറ്റും പബ്ലിക്കും ഉണ്ട്. പ്രൈവറ്റും പബ്ലിക്കും എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സസ് കൊടുക്കുന്ന ആൾക്കാർക്കും എനിക്കും കാണാൻ പറ്റും. പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പബ്ലിക്കാക്കി തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ലിങ്ക് കിട്ടും. ഇതാണ് നമ്മുടെ ലിങ്ക് github.com/accesscode/github tutorial എന്ന് പറഞ്ഞൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേരുള്ളൊരു ഫോൾഡറിൻ്റെ പേരുള്ളൊരു ഗിറ്റ് URL. അത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഈ ഒരു ഫോൾഡർ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ജസ്റ്റ് നിങ്ങളുടെ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ പോയിട്ട് നമുക്ക് ഏത് ഡയറക്റ്റിലാണ് ഇത് വേണ്ടത് നോക്കുക. എനിക്ക് ഡെവലപ്പറിലോട്ട് ആക്സസ് കോഡ്സ് എന്ന ഫോൾഡറിലാണ് വേണ്ടത്. ജസ്റ്റ് ഗിറ്റ് ക്ലോൺ എന്നൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ലിങ്ക് പേസ്റ്റ് ചെയ്താൽ നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവും. അത് നമുക്ക് VS Code ഓപ്പൺ ആക്കി നമ്മൾ ലിസ്റ്റ് അടിച്ചാൽ ഇത് കാണാൻ പറ്റും. ഗിറ്റബ് ട്യൂട്ടോറിയൽ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോഡ് ഗിറ്റബ് ട്യൂട്ടോറിയൽ എന്നുള്ള ഫോൾഡർ എൻ്റർ അടിച്ചാൽ നമ്മൾ ഗിറ്റബിലുള്ള ഈ ഒരു ഗിറ്റബ് ട്യൂട്ടോറിയൽ എന്നുള്ള ഫോൾഡർ ആ ഒരു ഫോൾഡർ തന്നെയാണ് നമുക്കതിവിടെ ക്രിയേറ്റ് ആക്കിയിട്ട് വരും. ഫോൾഡർ അല്ല, ഒരു റെപ്പോസിറ്ററി. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഗിറ്റബിലേക്ക് പുഷ് ചെയ്യാന്നുള്ളത് നോക്കാം. രണ്ട് രീതിയിൽ പുഷ് ചെയ്യാം. ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാം. ഒന്നാമതായിട്ട് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഫയൽ അല്ലെങ്കിൽ first_file.dat. ഞാനൊരു ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഡാറ്റ് ഫയലാണ്, ഞാൻ ഡാറ്റ് ലാംഗ്വേജാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡാറ്റ് ഫയലിൽ അല്ലെങ്കിൽ TXT എന്ത് ഫയലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഫയൽ ഡാറ്റ നിന്ന് ക്രിയേറ്റ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് TXT തന്നെ കീപ്പ് ചെയ്തു. ഫസ്റ്റ് ഫയലോട്ട് ഞാൻ TXT ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഇതിനകത്ത് ഒരു ഫസ്റ്റ് ഫയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് എങ്ങനെ എനിക്ക് ഗിറ്റിലേക്ക് പുഷ് ചെയ്യാം? ജസ്റ്റ് ഈ ഒരു ബട്ടൺ എടുക്കുക, ഈ ഒരു വേർഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ എടുക്കുക. എന്നിട്ട് പ്ലസ് ബട്ടൺ ഉണ്ടാവും, ആഡ് ചെയ്യുന്നു. 3 സ്റ്റെപ്പാണുള്ളത്. ആഡ് ചെയ്യുന്നു, കമ്മിറ്റ് മെസ്സേജ് ഇടുന്നു, പുഷ് ചെയ്യുന്നു. ജസ്റ്റ് ആഡ് ചെയ്തു. എന്താണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ മെസ്സേജ് കൊടുക്കണം. ഫസ്റ്റ് ഫയൽ ക്രിയേറ്റഡ് മെസ്സേജ് കൊടുത്തു, കമ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ജസ്റ്റ് ഇവിടെ ഒരു ഗിറ്റ് പുഷ് എന്നൊരു ഇതുണ്ടാവും, ഗിറ്റ് പുഷ് കൊടുക്കുക. ഈ 3 സ്റ്റെപ്പ് ചെയ്താൽ നമുക്കിവിടെ ഗിറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞ ഫയൽ വന്നിട്ടുണ്ട്. എന്താണ് ഇതിനകത്ത് മെസ്സേജ് ഉള്ളത്? ഫസ്റ്റ് ഫയൽ ക്രിയേറ്റഡ്. ഞാനപ്പോൾ ഇതിനകത്ത് ഒന്നുകൂടെ ചേഞ്ച് വരുത്തി കാണിക്കുകയാണ്. ഞാൻ ഈ ഒരു ഫയൽ എടുക്കുന്നു. ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ഫയൽ മോഡിഫൈഡ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ഫയൽ മോഡിഫൈ ചെയ്തതായിട്ട് കാണിക്കുന്നു. ഓക്കെ, അതിനകത്ത് പിന്നെ ഇവിടെ ചേഞ്ച് വന്നു. നമ്മൾ ഓരോ വട്ടം ചേഞ്ച് ചെയ്തതനുസരിച്ചും ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ച് എന്നുള്ളത് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ ഫയലൂടെ ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് രണ്ടാമത്തെ പേജിൽ ആഡ് ചെയ്യുന്നത്? അതായത് ജസ്റ്റ് ടെർമിനൽ എടുക്കുക, ജസ്റ്റ് ഗിറ്റ് ആഡ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് ജസ്റ്റ് ആഡ് ഡോട്ട് കൊടുത്താൽ ആ ഡോട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എല്ലാ ഫയലും ചേഞ്ച് ചെയ്യേണ്ട എല്ലാ ഫയൽസും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫയൽ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഫയൽ എന്നുള്ള പേര് കൊടുക്കുക. first_file.txt കൊടുത്താൽ ഈ ഫയൽ മാത്രം ആഡ് ആക്കിയിട്ടുണ്ടാവും. നമുക്കിനി എങ്ങനെ ഇതിനകത്ത് ഇവിടെ കൊടുത്ത് ഈ ഒരു കമ്മിറ്റ് മെസ്സേജ് ടെർമിനലിൽ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഗിറ്റ് കമ്മിറ്റ് -() ഫസ്റ്റ് ഫയൽ മോഡിഫൈഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുക്കുന്നു. എന്നിട്ട് ഗെറ്റ് പുഷ് എന്നുള്ള
ഇവിടെ എടുത്ത് ജസ്റ്റ് ഈ വിൻഡോ എടുത്ത് ഗിറ്റ് പുഷ് എന്നുകൊണ്ട് ഇത് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ടെർമിനലിൽ ഗിറ്റ് പുഷ് കൊടുത്താൽ ഈ ഒരു ചേഞ്ച് ചെയ്ത ഫയൽ ഗിറ്റിലേക്ക് പുഷ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മൾ ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഫയലിനകത്ത് എന്ത് കാണാൻ പറ്റും? ഫസ്റ്റ് ഫയൽ മോഡിഫൈഡ് എന്നാണ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനൊരു സെക്കൻഡ് ഫയലിലൂടെ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് 2 ചേഞ്ച് വരുത്തി നോക്കാം. ഇവിടെ ഞാൻ മോഡിഫൈഡ് ഫസ്റ്റ് ഫയൽ മോഡിഫൈഡ് ഈ ഫയൽ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. നമുക്കിവിടെ ചേഞ്ചിൽ കാണാൻ പറ്റും ഈ ഒരു ഫയൽ മോഡിഫൈഡ് ഉണ്ടെന്നുള്ളത്. ഞാൻ ഒരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണ്? ടച്ച് സെക്കൻഡ് ഫയലിലോട്ട് txt രണ്ടാമത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡ് ഫയൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ഫയൽ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജും കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇത് 2 ഫയലോടെ പുഷ് ചെയ്യണം. ഓക്കെ, ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കുന്നു. ഗിറ്റ് കമ്മിറ്റ് -ഡബിൾ കോഴ്സിൽ 2 ഫയൽസ് പുഷ് ഡോർ മോഡിഫൈഡ്. ഞാൻ 2 ഫയൽ മോഡിഫൈ എന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. 2 ഫയൽ മോഡിഫൈ എന്നുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗിറ്റിലേക്ക് പുഷ് ചെയ്യുക. ഇത് പുഷ് ചെയ്തതിന് മുന്നേ അവിടെ നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഫയൽസ് ഒന്നുമില്ല. റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫയലൊന്നും ഇല്ലാത്ത വെച്ചാൽ നമുക്ക് ഇതിലേക്ക്, അതായത് ഗിറ്റബിൻ്റെ ആ ഒരു മെയിൻ സെർവറിലേക്ക് നമ്മൾ പുഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എൻ്റർ കൊടുത്താൽ ഈ ഒരു 2 ഫയൽസ് നമുക്ക് പുഷ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സെക്കൻഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഇവിടെ എടുത്ത് നോക്കിയാൽ സെക്കൻഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് എന്താണ് ഈ ഒരു കമ്മിറ്റിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാ കമ്മിറ്റ്സും കാണാൻ വേണ്ടി ഈ ഒരു യൂസർ നെയിം ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, 2 ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഓൾറെഡി ഉള്ള കമ്മിറ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് കമ്മിറ്റ് മെസ്സേജ് ഇട്ട് പുഷ് ചെയ്യുന്നതും. ഒരു കാര്യം ഉള്ള വേറെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഗിറ്റിൽ നമുക്കിവിടെ ഫയൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സെക്കൻഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്ത് ചെയ്യാൻ പറ്റും? പോവുകയാണ്. ഇവിടെ സെക്കൻഡ് ഫയൽ മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ തന്നെ കൊടുക്കുകയാണ്, കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുകയാണ്. ഞാൻ അപ്ഡേറ്റ് സെക്കൻഡ് ഫയൽ അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫൈഡ് സെക്കൻഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഇവിടെ കമ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ഗിറ്റ് തന്നെ എടുത്ത് നോക്കിയാൽ ഇവിടെ ഗിറ്റിൽ സെക്കൻഡ് ഫയൽ എടുത്ത് നോക്കിയാൽ എനിക്കിവിടെ എന്ത് കാണാൻ പറ്റും? ഞാൻ സെക്കൻഡ് ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവിടെ സെക്കൻഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഓൾറെഡി ഉള്ള ഗിറ്റബിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സെർവറിലുള്ള ചേഞ്ചസ് എങ്ങനെ നമ്മുടെ ലോക്കൽ സോഴ്സ് കോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ലോക്കൽ സോഴ്സ് കോഡിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഗിറ്റ് പുള്ള് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗിറ്റ് പുള്ള് ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ ഗിറ്റ് പുള്ളും കൊടുക്കാം. 2 ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിനിലുള്ള ചേഞ്ചസ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കിവിടെ കണ്ടാലറിയാം നമുക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ഫയൽ മോഡിഫൈ എന്നുള്ള ഇവിടെ ഒരു അനോട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ബേസിക്കായുള്ള സ്റ്റെപ്പ്. നമുക്ക് 4 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് ആഡ് ചെയ്യുക, ക്രിയേറ്റ് റെപ്പോസിറ്ററി ക്ലോൺ ചെയ്യുക, രണ്ടാമതായിട്ട് ആഡ് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക, പിന്നെ പുള്ളും ചെയ്യുക. അങ്ങനെ 5 സ്റ്റെപ്പാണ് മെയിനായിട്ട് നമുക്ക് ഗിറ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒന്ന് പ്രാക്ടീസ് നോക്കാം. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗിറ്റബിലേക്ക് പുഷ് ചെയ്ത് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ഗിറ്റിൽ തന്നെ ചേഞ്ച് ചെയ്യുക, പുള്ളി ചെയ്ത് നോക്കുക. ഇത് ഈ വക സ്റ്റെപ്പുകളും ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏറ്റവും ബേസിക്കുള്ള കാര്യമാണ്. നമുക്ക് അതുപോലെ തന്നെ ഇനിയുള്ള അടുത്ത ഒരു 1-2 വീഡിയോസോട്ട് ഇതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്രാഞ്ചിങ് എന്താണെന്നുള്ളതും കോൺഫ്ലിക്റ്റ് മേർജസ് എന്താണെന്നുള്ളതും പുൾ റിക്വസ്റ്റുകൾ എന്താണെന്നുള്ളതും ഈ വക കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ബൈ.